ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാം. ഇന്ന് എൻ്റെ വീട്ടിലെ നോമ്പ് തുറയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത് എൻ്റെ വീട്ടിലെ നോമ്പ് തുറ കേട്ടോ. എൻ്റെ വീട്ടിൽ പറയുമ്പോൾ ഞാൻ അവിടത്തെയാണെന്നൊന്നും വിചാരിക്കല്ലേ. നമ്മുടെ ഫ്രൂട്ട്സൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നു. ഇക്ക പൊറാട്ടയ്ക്ക് കുഴച്ച് വെച്ചു. നമ്മൾ ബീഫ് ചിക്കൻ ഒക്കെ കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഒക്കെ കഴുകി റെഡിയാക്കി വെച്ചു. തിരക്കോടെ തിരക്കാണ്. പണിയൊക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പള്ളിയിലേക്ക് കറി വെച്ച് കൊടുക്കണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തിരക്കുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പൊക്കവട മീൻസ് ഉള്ളിവടയും കട്ട്ലേറ്റ് ഉണ്ടാക്കാം എന്നിട്ട് അതിനൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മുടെ എല്ലാ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ച് റെഡിയാക്കി വെച്ചു. പിന്നെ എൻ്റെ ഉമ്മയൊക്കെ നേരത്തെ വന്നു. ഉമ്മയും അമ്മായിയും താത്താൻ്റെ കുട്ടികളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പം ഉമ്മ അതാ ബീഫ് ഗ്രേവിക്കുള്ളത് സെറ്റാക്കണുണ്ട്. അതാ സെറ്റാക്കണു. പിന്നെ നെയ്ച്ചോറ് വെക്കണുണ്ടോ, നെയ്ച്ചോറും പിന്നെ പൊറാട്ടയൊക്കെ ഉണ്ടാക്കും. പിന്നെ എണ്ണക്കടി ഞാൻ ഉണ്ടാക്കും. പിന്നെ ജ്യൂസ് ഇളകാം കേട്ടോ. എല്ലാവരും കൂടി നല്ല രസമായിരുന്നു. താത്താരും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി നല്ല രസമായിരുന്നു. അമ്മായി ഉമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. വാപ്പിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ച് നോമ്പ് തുറന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് നോമ്പ് പറയുന്നത് കേട്ടോ. അങ്ങനെ അതിലേക്ക് ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കണം. താത്ത പിന്നെ ഇക്ക ഇതുണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ, പൊറാട്ട. നോമ്പ് പറഞ്ഞാൽ എല്ലാം കഴിക്കൊന്നുമില്ല, എന്നാലും നമുക്കതൊരു രസമല്ലേ എല്ലാവരും കൂടുമ്പോൾ. ഞങ്ങളെല്ലാവരും കൂടി ഉച്ച കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റായി ശേഷം ബീഫ് ഓൾഡ് റെഡിയായ ശേഷം കോഴി തേങ്ങ അരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പൊറാട്ടയ്ക്കും ചാറ് ഒഴിക്കാനായാലും നെയ്ച്ചോറിനായാലും ഇത് ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പണിയാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ ബദ്രീങ്ങളിലാണ്ടല്ലോ ഇന്ന്. നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ പറയൂ. 17ാമത്തെ നോമ്പും അങ്ങനെ കഴിഞ്ഞൂലേ. ഇന്നലത്തെ വീഡിയോ ആണ്. ഞാൻ വീഡിയോ രാവിലെയാണ് ഇടുന്നത്, തിരക്കൊക്കെ വേണ്ടിയിട്ട്. ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല. ഇന്ന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ, തിരക്ക് കാരണം കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ബീഫൊക്കെ അവിടെ സെറ്റാക്കുന്നുണ്ട്, ഇളക്കി റെഡിയാക്കുന്നുണ്ട്. ബീഫ് ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പള്ളിയിൽ 17ാമത്തെ നോമ്പല്ലേ, അപ്പോൾ പള്ളിയിൽ നിന്ന് ഞങ്ങൾക്ക് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചിക്കൻ മാത്രമേ വാങ്ങിയുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ എന്തായാലും വെക്കണമല്ലോ. അപ്പോൾ പിന്നെ കൈയോടെ നോമ്പ് തുറപ്പിക്കാൻ ഉമ്മാനെയും പാപ്പാനെയൊക്കെ വിളിച്ച് നോമ്പ് തുറപ്പിക്കാൻ വിചാരിച്ചു. താത്താരെ കുട്ടികളുണ്ട്, താത്തയൊന്നും ഇല്ല കേട്ടോ, താത്താർ വന്നിട്ടില്ല. ഞാൻ താത്ത വന്നെന്ന് പറഞ്ഞു. അവർക്കൊന്നും വന്നില്ല കേട്ടോ, അവരൊന്നും വന്നില്ല. കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ബീഫ് കറി സെറ്റായിട്ടുണ്ട്, ഗ്രേവി കേട്ടോ. ഇതിങ്ങനെ വെച്ചത് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി അടുപ്പിലങ്ങനെ ഇരുന്ന് കുറുക്കണം. എന്നാൽ പിന്നെ നമുക്കത് നെയ്ച്ചോറിന് എടുക്കാം, പൊറോട്ടയ്ക്ക് എടുക്കാമല്ലോ. പൊറോട്ടയും ബീഫൊക്കെ നല്ല കോമ്പിനേഷൻ അല്ലേ. ഇന്നത്തെ റെസിപ്പി മൊത്തം എൻ്റെ ഉമ്മാൻ്റെയാണ് കേട്ടോ. ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒക്കെ ഉണ്ടാക്കൽ ഉമ്മയാണ്. എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുള്ളൂ. അരിയലും പിടിക്കലും അങ്ങനെയൊക്കെ പണ്ട് റെഡിയാക്കലും. അപ്പോഴേക്കും അതൊക്കെ അവിടെ പൊറോട്ട സെറ്റാക്കുന്നുണ്ട്. ഫസ്റ്റ് ഒന്ന് രണ്ടെണ്ണം ശരിയായി, പിന്നെ ഒന്ന് ഫ്ലോപ്പായിട്ടോ. കാരണം ഒക്കെ അത് കുറച്ച് വെള്ളം കൂടി തോന്നും. പിന്നെ റെഡിയാക്കിയിട്ടോ, അടിപൊളിയായിട്ട് പൊറോട്ടയൊക്കെ ഉണ്ടാക്കും കേട്ടോ. പൊറോട്ടയൊക്കെ എന്നിവിടെ പൊറോട്ട ഉണ്ടാക്കുക പറഞ്ഞാൽ ഇക്ക തന്നെയാണ് ഉണ്ടാക്കുക. ഞാൻ ഹെൽപ്പ് ചെയ്യും മാത്രമേ ഉള്ളൂ. പിന്നെ ഷമാമുണ്ട്. ഷമാമും മുന്തിരിയും തണ്ണിമത്തനൊക്കെ ജ്യൂസ് അടിക്കണം. പിന്നെ പഴത്തിൻ്റെ ഷേക്ക് ഉണ്ടാക്കണം കേട്ടോ. ഇതൊക്കെ ഉള്ളതുകൊണ്ട് പഴത്തിൻ്റെ ഷേക്ക് വേണ്ട വെച്ചു. അങ്ങനെയൊക്കെ അടുത്ത ട്രിപ്പ് നമ്മുടെ പൊറോട്ടയ്ക്കുള്ള ഐറ്റംസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ കുഴച്ച് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് നേരത്തെ. ചിക്കനൊക്കെ കുഴച്ച് മുട്ടയും പാലും പഞ്ചസാരയും മൈദയും ഉപ്പൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് സെറ്റായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിന് ചുട്ടെടുക്കുകയാണ്. അതിനെ പരത്തി ചിക്കൻ ചുറ്റി അടിക്കലെല്ലാം ഒക്കെ ചെയ്യും. ഞാൻ ജസ്റ്റ് ഒന്ന് അടുപ്പിലിട്ട് അതൊന്ന് ചുട്ടെടുത്ത് കൊടുക്കും. കാരണം അപ്പോഴേക്കും ഒന്ന് ചുട്ടെടുക്കുമ്പോഴേക്കും രണ്ടെണ്ണം ചുറ്റുമ്പോഴേക്കൊക്കെ അത് അടിക്കണമല്ലോ. അപ്പം പിന്നെ ഞാൻ വേഗം ചുട്ടെടുത്ത് കൊടുക്കും കേട്ടോ. പൊറോട്ടയൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങും. മിക്കവാറും പരിക്കാക്ക് ലീവ് ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ പൊറോട്ട അങ്ങനെ അത് സെറ്റായി. അത് കഴിയുമ്പോഴേക്കും ബീഫ് കറി ആയി. ഇനിയിപ്പോൾ ഉമ്മ ചിക്കൻ കറി വെക്കുന്നുണ്ട് അപ്പുറത്ത്. ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഞാൻ എണ്ണക്കടികൾ ഉണ്ടാക്കാൻ കേട്ടോ. എപ്പോഴെങ്കിലും സമയം 5:30 5:45 ആയിട്ടോ. പിന്നെ പള്ളിക്ക് കറി വെച്ച് കൊടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളിക്കും അങ്ങനെ അതും ഉമ്മ തന്നെ ചെയ്യണം കേട്ടോ. ഞാൻ ഫുള്ള് ഹെൽപ്പിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. കാര്യമായിട്ട് ഉണ്ടാക്കണമൊന്നുമില്ല എല്ലാം. പിന്നെ അപ്പോഴേക്കും അപ്പുറത്ത് ചിക്കൻ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ആ കറി സെറ്റായി. പിന്നെ എനിക്ക് തേങ്ങ കൂട്ടുക. ഉമ്മ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് ഇങ്ങനെ ആക്കണം. ഉമ്മ വന്നാൽ പിന്നെ ഉമ്മ റെസ്റ്റേ ഇല്ല കേട്ടോ. നമുക്ക് പിന്നെ അങ്ങനെയല്ല, നമ്മുടെ ഉമ്മമാരെ കണ്ടു പറയുമ്പോൾ നമ്മൾക്ക് ഫുള്ള് റെസ്റ്റ് ആയിരിക്കുമല്ലോ, അവർക്ക് റെസ്റ്റ് ഉണ്ടായില്ലല്ലോ. അവരെ കണ്ടാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല അല്ലേ. അതെന്താ അങ്ങനെയാണെന്ന് അറിയില്ല അല്ലേ. പിന്നെ ആ കറിയുടെ സെറ്റായി. പിന്നെ ഞങ്ങൾ നോമ്പ് തുറക്കാനായപ്പോൾ ജ്യൂസും തണ്ണിമത്തനും ഫ്രൂട്ട്സുകളും എണ്ണക്കടിയും ഒക്കെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഞങ്ങളെല്ലാവരും കൂടി വാങ്ങിക്കൊടുത്ത് എല്ലാവരും കൂടി നോമ്പ് തുറന്നു കേട്ടോ. കട്ട്ലേറ്റ് പൊക്കവട വെച്ച് എല്ലാവരും നോമ്പ് തുറന്നു. പിന്നെ നെയ്ച്ചോറ്, പൊറോട്ട, ചിക്കൻ കറി, ബീഫ് കറി കേട്ടോ.
ഇപ്പോഴത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ബൈ.